രാമരാവണയുദ്ധം. യുദ്ധം പറഞ്ഞ യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ചു 10 കഴുത്തനെ കൂപ്പിപ്പുറപ്പെട്ടാർ. വാരിധി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പാം കവികൾ കണ്ടത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നത് കണ്ടു. നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ, വാനരവീരരെ, നിങ്ങളിവരോട് മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാനിവരോട് പോർ ചെയ്തൊടുക്കിയിടുവാൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുകേവരും എന്നരുൾ ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടിയിടിനാനേകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങ് അത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും. എന്തൊരു വൈഭവമന്നേരം എന്നോട് തന്നെ പൊരുതുന്നിതു രാഘവനെന്നു തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരം ഒരുപോലെ യാതുദാനാവലിയോടു രഘുത്തമൻ അസ്ത്രം വരിഷിച്ച നേരമാർക്കും തത്ര ചിത്തെ തിരിച്ചറിയാതെ ഇല്ലേതുമേ. വാസരരാത്രി നിശാചര വാനരമേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേദുരന്മാരായ രാക്ഷസവീരരും. ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ച് നിറഞ്ഞതു പോർക്കളം. കാളിയും കൂളിയും കബന്ധങ്ങളും കാളനിശീധിനിയും പിശാചങ്ങളും നായും നരിയും കഴുകൻ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമചാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗേ തുടരെ തുടരെ കേട്ടു. ദേവഗന്ധർവ യക്ഷപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാൾ ആകാശചാരികളാനന്ദപൂർവകം. 12 നാഴിയെ കൊണ്ടു നിശാചരൻ മേദിനി തന്നിൽ വീണീടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിതന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവനന്നേരം. മർക്കടനായകന്മാരോട് അരുൾ ചെയ്തിക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ. നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവനതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താതാ, സഹോദര, നന്ദന, വല്ലഭ, നാഥ, നമുക്കവലംബനമാരയ്യോ. വൃദ്ധയായേറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം. ശൂർപ്പണകയ്ക്കെന്തു കുറ്റമതിൽ പരം പേപ്പെരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാൻ ഒരു മൂഢൻ മഹാഭാവി രാവണൻ. അർത്ഥപ്രഹരമാത്രേണ ഖരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരുതിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്ന അത്രയുമുണ്ടോ വിചാരമാപത്തിങ്കലുണ്ടാവൂ. സിദ്ധമല്ലായിൽ വിഭീഷണൻ ചൊല്ലിനാൻ. മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ. ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ. സത്യവ്രതൻ മേലിൽ നന്നായി വരുമവൻ. നീചനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാനിതു തന്മരണത്തിനും. നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു. മറ്റുള്ള മാത്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതാൻ വല്ലായ്മ ചെയ്തതും എല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ മടക്കിനാനേറ്റവും. നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ. അർത്ഥമന്യായേന നിത്യമാർജിക്കയും ഇത്ര ജനത്തെ വെറുത്തു ചമയ്ക്കയും. ബ്രാഹ്മണരൊക്കെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മിക ധർമ്മം മുതലൊക്കെ അടക്കയും. പാരം ഗുരുജനദേശമുണ്ടിവന് ആരെയുമില്ല കൃപയുമൊരിക്കലും. ഈ മഹാഭാവി ചെയ്തോരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. യുദ്ധം പുരസ്ത്രീ ജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്തനായി.
ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശ് പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തോടെ പുറപ്പെട്ടു. ശസ്ത്രങ്ങൾ തൂകിത്തുടങ്ങിനാരേറ്റവും ദുർനിമിത്തങ്ങളുണ്ടായത് അനാദരിച്ചുന്നതനായ നിശാചരനായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നതു. ചാപലമെന്നിയെ വാനരവീരരും രാക്ഷസരോട് എതിർത്താരത് കണ്ടേറ്റം ഊക്കോടടുത്തു നിശാചരവീരരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാം വണ്ണം പൊരുതാരതു നേരം. വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നത് കണ്ട് വിരൂപവിലോചനൻ ചെന്നിരുവാളും പരിചയം കൈക്കൊണ്ടു കുന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ. കപിരാജനും നന്നായിതന്നു വിരൂപാക്ഷനുമത വെട്ടിനാൻ വാനരനായക വക്ഷസി. പുഷ്ടകോപത്തോടു മർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാൻ. അതുകൊണ്ടവൻ തെറ്റെന്നു കാലപുരം ബുക്കുമേവിനാൻ. തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ. തേരും തകർത്തു സുഗ്രീവൻ അവനെയും മൃത്യുപുരത്തിനയച്ചത് കണ്ടതി ക്രുദ്ധനായി വന്നെടുത്താൻ മഹാപാർശ്വനും. അങ്കദൻ കൊന്നാൻ അവനെയും അന്നേരം പൊങ്ങും വിഴികളോടാശരാധീശനും. പോർമതത്തോടുമടുത്ത് കവികളെ താമസാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാനൂഴിയിൽ. രാമനും ഐന്ദ്രാസ്തമെയ്തു തടുത്തിതു താമസാസ്ത്രത്തെയും. അപ്പോൾ ദശാനനൻ ആസുരമസ്ത്രമെയ്താനതു വന്നളവാതുരന്മാരായിദാശു കവികളും. വാരണസൂപുര കുക്കുട ക്രോഷ്ടുക സാരമേയോരക സൈരിപവായസ വാനരസിംഹ രുരുവൃഗ കാക വൃത്താനനമായി വരുമാസുരാസ്ത്രാത്മകം. മുദ്ഗര പട്ടസ ശക്തി പരശ്വത ഖഡ്ഗശൂല പ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടളവാഗ്നേയമസ്ത്രമെയ്താൻ മനുവീരനും. ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യനഗ്നിയെന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളവാസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ. അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമേതൽപേതരായുധം കാണായിതന്തികേ. ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവവീരനും. സൗര്യാസ്ത്രമെയ്താൻ ദശാനനന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും ഖണ്ഡിച്ച നേരം അഖണ്ഡലവൈരിയും. ചണ്ഡകരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചളവുത്തമ പുരുഷനാകിയ രാഘവൻ. 100 ശരങ്ങളെയ്താൻ അതുകൊണ്ടുടൽ കീറിമുറിഞ്ഞു നക്തഞ്ചരേന്ദ്രനും. ലക്ഷ്മണൻ 7 ശരങ്ങളാലൂക്കോടെ തൽക്ഷണേ കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടിനാൻ. 5 ശരമെയ്തു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചതു ചാപവും. അശ്വങ്ങളെ ഗതകൊണ്ട് വിഭീഷണൻ തച്ചുകൊന്നാൻ. അതു നേരം ദശാനനൻ ഭൂതലേ ചാടി വീണാശു വേൽ കൊണ്ടതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചതു ബാണങ്ങൾ 3 കൊണ്ടെയ്തു മുറിച്ചത് വീണതു 3 നുറുങ്ങി മഹീതലേ. അപ്പോൾ വിഭീഷണെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തോരുവേൽ കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപ്പുക്കു ബാണങ്ങളെയ്തിതു. നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ. ലക്ഷ്മണൻ തന്നോടു നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെത്തന രക്ഷിക്കൽ നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നത് കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതും എന്ന് പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ. ചെന്നു തറച്ചതു മാറത്ത് ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കരുതാഞ്ഞുടൻ വിസ്ത്രസ്തനായി തത്ര വീണു കുമാരനും. വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണത് കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്ന് വിഷണ്ണനായി. ശക്തി പറിപ്പതിന്നാർക്കും കവികൾക്ക് ശക്തി പോരാഞ്ഞ് രഘുകുല നായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടൻ ഉൾക്കോപമോടു മുറിച്ചെറിഞ്ഞിടിനാൻ. മിത്രതനയ സുഷേണ ജഗൽ പ്രാണപുത്രാദികളോടരുൾ ചെയ്തതാദരാൽ ലക്ഷ്മണൻ തന്നുടെ ചുറ്റുമിരുന്നിന് രക്ഷിച്ചുകൊള്ളുവിൻ വിഷാദിക്കരുതേതും. ദുഃഖസമയമല്ലിപ്പോൾ ഉഴറ്റോട് രക്ഷോവരനെ വധിക്കുന്നതുണ്ട് ഞാൻ. കല്യാണം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുവിൻ നിങ്ങളെല്ലാവരും ഇന്നു മൽക്കര കൗശലം. ചക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോടും ഒരുമിച്ചു. വാരിതിയിൽ ചിറകെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലമിപ്പോൾ അഭിമുഖനായതു. രാവണനും ബദ രാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതില്ലനി. രാത്രീഞ്ചരേന്ദ്രനെ കൊല്ലുവൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ.
സപ്തദീപങ്ങളും സപ്താംബുതികളും സപ്താചലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും. പരിച്ചു ഞാൻ ആയോധനെ ദശകണ്ഠനെ കൊല്ലുവാനൊരു ആയുധപാണി എന്നാകിൽ നിസംശയം. ദേവാസുരോരകചാരണ താപസരേവരും കണ്ടറിയേണം മമ ബലം. യുദ്ധമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോട് അസ്ത്രങ്ങളെയ്തു യുദ്ധം തുടങ്ങിനാൻ. തത്സമം ബാണം നിശാചരാധീശ്വരനും ഉത്സാഹം ഉൾക്കൊണ്ടു തൂകിത്തുടങ്ങിനാൻ. രാഘവരാവണന്മാർ തമ്മിലിങ്ങനെ മേഘങ്ങൾ മാരി ചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണലി കൊണ്ട് മുഴങ്ങി ജഗത്രയം. സോദരൻ വീണ് കിടക്കുന്നതോർത്തുള്ളിലാദ്യം മുഴുത്തു രഘുകുലനായകൻ ധരേയദാതനോടേവം അരുൾ ചെയ്തു. ധീരതയില്ല യുദ്ധത്തിനേതും മമ ഭൂതലേ വാഴ്കയിൽ നല്ലതെനിക്കിനി. ഭ്രാതാവു തന്നോടുകൂടെ മരിപ്പതും വിൽപിടിയും മുറുകുന്നതില്ലേതുമേ. കെൽപ്പുമില്ലാതെ ചമഞ്ഞ് നമുക്കിഹ നിൽപ്പാനുമേതും അരുതു മനസ്സിനും. വിഭ്രമമേറി വരുന്നതു മേൽക്കുമേൽ ദുഷ്ടനെ കൊല്ലുവാനുപായവും കണ്ടീല. നഷ്ടമായി വന്നിതു മാനവും മാനസേ. ഏവം അരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശ ചൊല്ലിയിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരനെന്നു നിർണയം. വസ്ത്രനേത്രങ്ങൾക്കും ഏതും വികാരമില്ലത്തൽ തീർന്നിപ്പോൾ ഉണരും അവരജൻ എന്നുണർത്തിച്ചാൻ അനിലാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചൊന്നാൻ സുഷേണനും. മുന്നെ കണക്കെ വിശല്യകരണിയാകുന്ന മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോട് ചെന്ന് മരുന്നതും കൊണ്ടുവന്നിടിനാൻ. നസ്യവും ചെയ്തു സുഷേണൻ കുമാരനാലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധശൈലം കപിവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകപ്പുണർന്നിതു രാമനും. നിന്നുടെ പാരവശ്യം കാൺക കാരണം എന്നുടെ ധൈര്യവും പോയിതു മാനസേ എന്നതു കേട്ടുര ചെയ്തു കുമാരനുമൊന്നു തിരുമനസിങ്കലുണ്ടാകണം. സത്യം തപോധനന്മാരോട് ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ത്രൈലോക്യ കണ്ടകനാം ഇവനെ കൊന്നു പാലിച്ചു കൊള്ളുക ജഗത്രയം വൈകാതെ. ലക്ഷ്മണൻ ചൊന്നത് കേട്ട് രഘൂത്തമൻ രക്ഷോവരനോടെതിർത്താൻ അതിദ്രുതം. തേരും ഒരുമിച്ചു വന്നു ജസാസ്യനും പോരിന് രാഘവനോട് എതിർത്തിയിടിനാൻ. പാരിൽ നിന്നക്ഷ്വാകവംശതിലകനും തേരിൽ നിന്നാശരവംശതിലകനും. പോരിതി ഘോരമായി ചെയ്തോരു നേരത്ത് പാരമിളപ്പം രഘൂത്തമനുണ്ടെന്നു നാരദാദികൾ ചൊന്നത് കേൾക്കയാൽ ഭാരം വളർന്നോരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതിലിയോട് ചൊന്നാൻ. മമസ്യന്തനം കൊണ്ട കൊടുക്ക നീ വൈകാതെ. ശ്രീരാഘവന് ഹിതം വരുമാറ് നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ. മാതലി താനത് കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിഴഞ്ഞു ചൊല്ലിയിടിനാൻ. രാവണനോട് സമരത്തിനു ഞാൻ ദേവേന്ദ്ര ശാസനയാ വിടകൊണ്ടിതു. തേരതിലാസ് കരേറുക പോരിനായി മാരുത തുല്യവേഗേന നടത്തുവൻ എന്നത് കേട്ട് രഥത്തെയും വന്ദിച്ചു മന്നവൻ തേരിലമ്മാറു കരേറിനാൻ. തന്നോട് തുല്യനായി രാഘവനെ കണ്ടു വിണ്ണിലാമാറൊന്നു നോക്കി ദശാനനൻ. പേമഴ പോലെ ശരങ്ങൾ തൂകിയിടിനാൻ. രാമനും ഗാന്ധർവമസ്ത്രമെയ്തിയിടിനാൻ. രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായത്രയും ക്രൂരനാഗങ്ങളാം അസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡമസ്ത്രമെയ്തു രഘുനാഥനും. മാതലിമേലും ദശാനനൻ ബാണങ്ങളെയ്തു കൊടിയും മുറിച്ചു കളഞ്ഞിതു. വാജികൾക്കും ശരമേറ്റു പുനരാജിയും ഘോരമായി വന്നു രഘുവരൻ. കൈകാൽ തളർന്നു തേർത്തട്ടി നിൽക്കും വിധൗ കൈകസീനന്ദനായ വിഭീഷണൻ. ശോകാതിരേകം കലർന്നു നിന്നീടിനാൻ. ലോകരുമേറ്റം വിഷാദം കലർന്നിരു. കാലപുരത്തിനയപ്പിനി എന്നു ശൂലം പ്രയോഗിച്ചിതാശരാധീശനും. ചിത്രങ്ങൾ കൊണ്ടു തടപോറാഞ്ഞോർത്തുടൻ വൃത്രാരി തന്നുടെ തേരിലേറിയിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും. 10 ഉറങ്ങി വീണു തത്ര ശൂലവും. നക്തഞ്ചരേന്ദ്രനുടെ തുരകങ്ങളെ ശസ്ത്രസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചതു രാഘവൻ. സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിലൊഴിച്ചു നിർത്തിയിടിനാൻ അന്നേരം. ആലസ്യമൊട്ടകന്നൊരു നേരം തത്ര പൗലസ്ത്യനും സൂതനോട് ചൊല്ലിയിടിനാൻ. എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാലന്ധനായി ഞാനത്ര ദുർബലനാകയോ. കൂടലരോടെതിർത്താൽ ഞാനൊരുത്തനോ ഓടിയൊളിച്ചവാറെന്നു കണ്ടു ഭവാൻ.
നീയല്ല സൂതനെനിക്കിനി രാമന് നീതി ബാന്ധവനെന്നറിഞ്ഞേനഹം. ഇത്തം നിശാചരാധീശൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല, മത്സ്വാമിയെ ദേഷ്യമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റു പൊരുതി നിൽക്കുന്നേരമാമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ. സ്നേഹം ഭവാനെക്കുറിച്ചേറ്റമാകയാൽ മോഹമകലുവോളം പോർക്കളം വിട്ടു ദൂരെ നിന്ന് ആലസ്യമെല്ലാം കളഞ്ഞിനി പോരിനന്നടുക്കണമെന്ന് കൽപ്പിച്ചത്രേ. സാരഥി താൻ അറിയണം മഹാരഥന്മാരുടെ സാധവും വാചികൾ സാധവും വൈരികൾക്കുള്ള ജയാജയകാലവും പോരിൽ നിമ്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭു. എന്നതു കേട്ട് തെളിഞ്ഞത രാവണനൊന്നു പുണർന്നൊരു കൈവളയും കൊടുത്തിന്നിനി തേരെടുത്താശു കൂട്ടിയിടുക പിന്നോക്കമില്ലിനി ഒന്നുകൊണ്ടുമിടോ. ഇന്നോട് നാളെയോടൊന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിക നീ. സൂതനും തേരുവേഗേന പൂട്ടിനാൻ ക്രോധം മുഴുത്തങ്ങടുത്തിതു രാമനും. തങ്ങളിലേറ്റമണഞ്ഞു പൊരുതളവങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ. അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരമെങ്ങനെയറിഞ്ഞീലഗസ്ത്യൻ തഥാ. രാഘവൻ തേരിലിറങ്ങി നിന്നീടിനാൻ ആകാശദേശാൽ പ്രഭാകരസന്നിഭൻ. വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദം എന്നരുൾ ചെയ്താനഗസ്ത്യനും. അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിത് ഞാനിടോ. താപത്രയവും വിഷാദവും തീർന്നുപോം, ആപത്തു മറ്റുള്ളവയും അകന്നുപോം. ശത്രുനാശം വരും, രോഗവിനാശനം വർത്തിക്കുമായ സുസൽകീർത്തിവർദ്ധനം. നിത്യമാദിത്യ ഹൃദയമാം മന്ത്രമിതുത്തമം എത്രയും ഭക്ത്യാ ജപിക്കടോ. ദേവാസുരോരകചാരണ കിന്നര താപസ ഗുഹ്യകയക്ഷര ക്ഷോഭൂത കിം പുരുഷപ്സരോ മാനുഷാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ. 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ. കൽപ്പകാലാന്തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീമഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വിശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ധിക്കരി വൃന്ദവും വാരണവക്ത്രനും ആര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വനീപുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും ഉരകസമൂഹവും വാരമാസർത്തു സംവത്സര കൽപ്പാതികാരകനായതും സൂര്യനിവൻ തന്നെ. വേദാന്തവേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞസേവിതൻ. പൂഷാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ തുഷ്ട്വാദിനകരൻ ഭാസ്കരൻ നിത്യനഹസ്കരൻ ഈശ്വരൻ സാക്ഷി സവിത സമസ്തലോകേഷണൻ ഭാസ്വാൻ വിവസ്വാൻ നഭസ്വാൻ ഗഭസ്തിമാൻ ശാശ്വതൻ ശംഭു ശരണ്യൻ ശരണതൻ ലോകശിശിരാരി ഘോരതിമിരാരി ശോകാപഹാരി ലോകാലോക വിഗ്രഹൻ ഭാനു ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശ്വൻ അർജുനാശ്വനൻ സകലേശ്വരൻ സുപ്തജനാവബോധപ്രദൻ മംഗലൻ ആദിത്യൻ അർക്കൻ അരുണൻ അനന്തനകൻ ജ്യോതിർമയൻ തപനൻ സവിതാ രവി വിഷ്ണു വികർത്തനൻ താണ്ഡലംശുമാനുഷ്കിരണൻ മിഹിരൻ വിരോചനൻ പ്രദ്യോതനൻ പരൻ ഖദ്യോതനുദ്യോതനദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭൂ വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്താനാം ഗതിപ്രദൻ ചണ്ഡകിരണൻ തരുണീ ദിനമണി പുണ്ടരീക പ്രബോധപ്രദനര്യമാ ദ്വാദശാത്മാ പരമാത്മാ പരാപരൻ ആതിഥേയൻ ജഗദാധിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേവലാത്മാ ബിന്ദുനാഥാത്മകൻ നാരദാദി നിഷേവിതൻ ജ്ഞാനസ്വരൂപൻ അജ്ഞാന വിനാശനൻ. ജ്ഞാനിച്ചു കൊള്ളുക നീ നിത്യമിദ്ദേവനെ സന്തതം ഭക്തിയാ നമസ്കരിച്ചിടുക. ആദിത്യഹൃദയം. സന്താപനാശനകരായ നമോ നമഃ. അന്ധകാരാന്തകാരായ നമോ നമഃ. ചിന്താമണേ ചിദാനന്ദായ തേ നമഃ.
നീഹാരനാശകരായ നമോ നമോ മോഹവിനാശകരായ നമോ നമഃ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ സ്ഥാവരജംഗമാചാര്യായ തേ നമഃ ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമഃ സത്വപ്രധാനായ തത്വായ തേ നമഃ സത്വസ്വരൂപായ നിത്യം നമോ നമഃ നിത്യമാദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം ചിത്തം തെളിഞ്ഞഗസ്ത്യോക്തി കേട്ടത്രയും ഭക്തി വർത്തിച്ചു കാകുൽത്തനും കൂപ്പിനാൻ പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാധരോപാന്തേ മരുവീന. രാവണവധം. രാഘവൻ മാതിലിയോടരുൾ ചെയ്തിതാകുലമെന്നിയെ തേർന്നടത്തിയിടു നീ മാതിലി തേരതിവേഗേന കൂട്ടിനാനേതുമേ ചഞ്ചലമില്ലതെ ശാസ്യനും മൂടിപ്പൊടി കൊണ്ടു ദിക്കുമുടനിട കൂടി സ്വരങ്ങളുമെന്തൊരു വിസ്മയം. രാത്രീഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശപുത്രനും യാതുദാനാധിപൻ വാജികൾ തന്മയും മാതിലി തന്നെയുമേറെ എയ്തിയിടിനാൻ. ശൂലം മുസലഗദാദികളും മേൽക്കുമേലെ പൊഴിച്ചു രാക്ഷസരാജനും സായകജാലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിനടുത്തിതു രാമനും ഏറ്റമണഞ്ഞും അകന്നും വലം വെച്ചുമേറ്റമിടം വെച്ചുമൊട്ട് പിൻവാങ്ങിയും സാരഥിമാരുടെ സൗത്യകൗശലവും പോരാളികളുടെ യുദ്ധകൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണമുണ്ടാകയുമില്ല ഈ വണ്ണമിനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാർ. നന്നു തെളിഞ്ഞിത് നാരദൻ പൗലസ്ത്യരാഘവന്മാർ തൊഴിൽ കാൺകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിടിനാർ. വാദമടങ്ങി മറഞ്ഞതു സൂര്യനും മേദിനി താനും വിറച്ചതു പാരമായി പാദോനിധിയുമിളകി മറിഞ്ഞതു പാതാളവാസികളും നടങ്ങിയിടിനാർ. അമ്പതിയോടെന്നെതിർക്കലും അമ്പരത്തോടെതിർത്തിയിടിലും രാഘവരാവണ യുദ്ധത്തിന് സമം രാഘവരാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും. അന്നേരത്തു രാഘവൻ രാത്രീഞ്ചരന്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാൻ അതു നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായതപ്പോൾ അതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാൻ രക്ഷണാൽ ഇത്തം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുല സത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ ചിത്രമത്രേ. നന്ന് എത്രയും ഇങ്ങനെ 100,000 തല പോകിലുമെങ്ങും കുറവില്ലവൻ തല 10നും. രാത്രീഞ്ചരാധിപന്റെ തപോബലം ചിത്രം വിചിത്രമത്രേ തുലം. കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലി വമ്പനാം മാരീജൻ എന്നിവരാദിയാം ദുഷ്ടരെയൊക്കെ കൊന്ന ബാണത്തിനെന്തതി നിഷ്ഠുരമാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായതി ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായവും ഏതുമൊന്നീശ്വര. ചിന്തിച്ചു രാഘവൻ പിന്നെയും ആ ദശകന്ധരൻ മെയ്യിൽ ബാണങ്ങൾ തൂകിയിടിനാൻ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവൻ തിരുമേനിമേലാവോളം. കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരനുണ്ടായതുള്ളിലൊരു നിനവന്നേരം. പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പ് കുറഞ്ഞു ദശാസിന് നിർണയം. 7 ദിവസം മുഴുവനീ വണ്ണമേ രോഷേണ നിന്നു പൊരുതോരനന്തരം. മാതിലിദാനം തൊഴുതു ചൊല്ലിയിടിനാനേതും വിഷാദമുണ്ടാകായിക മാനസേ. മുന്നമഗസ്ത്യത ബോധനനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽപ്രഭു. പൈതാമഹാസ്ത്രം അതായതെന്നിങ്ങനെ മാതിലി ചൊന്നത് കേട്ടു രഘുവരൻ. നന്നു പറഞ്ഞത് നീതെന്നോടിനി കൊന്നീടുവൻ ദശകണ്ഠന നിർണയം എന്നരുൾ ചെയ്തു വൈരിഞ്ചമസ്ത്രത്തെ നന്നായി എടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാനരന്മാരിതിന്നു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചോരു സായകം. വിശ്വാസഭക്ത്യാ ജപിച്ചയച്ചിടിനാൻ രാവണൻ തന്റെ ഹൃദയവും പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിതിയിൽ പുക്കു ചോര കഴുകി മുഴുകി വിരവോടു മാരുതവേഗേന രാഘവൻ തന്നെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോടു. ബാണവും എന്തൊരു വിസ്മയം
അന്നേരം തേരിൽ നിന്നാശുമറിഞ്ഞു വീണിടിനാൻ പാറിൽ മരാമരം വീണ പോലെ തഥാ കൽപ്പക വൃക്ഷ പുതുമലർ തൂകിനാൻ ഉൽപ്പന്നമോദേന വാനവരേവരും മാർക്കകുലോദ്ഭവൻ മൂർത്തിനി മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ അർക്കനും നേരെ യുദിച്ചാനതു നേരം മന്ദമായി വീശിത്തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദേശലോകവും താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ ശേഷിച്ച രാക്ഷസരോടി അകമ്പുക്കു കേഴത്തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ അർക്കജന്മാരിത് നീലാംഗദാദിയാം മർക്കട വീരരുമാർത്തു പുകഴ്ത്തിനാർ അഗ്രജൻ വീണത് കണ്ട് വിഭീഷണൻ വ്യഗ്രിച്ചരികത്തു ചെന്നിരുന്നാകുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ വിധിബലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നടിച്ചെന്നെയും വെടിഞ്ഞിടിന വീരാ മഹാശയനോചിതനായ നീ പാലിൽ ഈ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിനതാർക്കൊഴിക്കാവതും ഏവം കരയും വിഭീഷണൻ തന്നോട് ദേവദേവേശനരുൾ ചെയ്തതാതരാൽ എന്നോടഭിമുഖനായി നിന്ന് പോർ ചെയ്ത് നന്നായി മരിച്ച മഹാശൂരനാം ഇവൻ തന്നെക്കുറിച്ചു കരയരുതേതുമേ നന്നല്ലതു പരലോകത്തിനു സഖേ വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ പോരിൽ മരിച്ച് വീരസ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്കെന്നീ യോഗം വരാ ദോഷങ്ങളെല്ലാം ഒടുങ്ങീതി വന്നിനി ശേഷക്രിയയ്ക്ക് തുടങ്ങുക വൈകാതെ യുദ്ധം അരുൾ ചെയ്തു നിന്നരുളും നേരം തത്ര മണ്ടോദരി കേണു വന്നിടിനാൾ ലങ്കാധിപന്മാരിൽ വീണു കരഞ്ഞു മാതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചും പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാർ പങ്ക്തിരഥാത്മജൻ അപ്പോൾ അരുൾ ചെയ്തു പങ്ക്തിമുഖാനുജൻ തന്നോടു സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ച് നിസ്സത്വരം തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ യോഗ്യമല്ലേതും അടിയൻ ഇവനുടൽ സംസ്കരിച്ചിടുവാനെന്ന് കേട്ടേറ്റവും വന്ന ബഹുമാനമോടെ രഘൂത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടു മദ്ബാണമേറ്റു രണാന്തേ മരിച്ചൊരു കർപ്പുരാധീശ്വരൻ അറ്റിതു പാപങ്ങൾ വൈരവുമാ മരണാന്തമെന്നാകുന്നതേറിയ സദ്ഗതിയുണ്ടാവതിനു നീ ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതിനേതുമകപ്പെടാ ചന്ദനഗന്ധാദി കൊണ്ട് ചിതയുമാനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തരാ നക്തഞ്ചരാധിപദേഹം അലങ്കരിച്ചാർത്തു വാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായുധക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൻ ചെന്നു നിജ നിജ മന്ദിരം പുക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോർകളും